വേറെ കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ രേഖപ്പെടുത്തുമ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അതിനൊക്കെ എങ്ങനെ അഭിമുഖീകരിക്കും? നമുക്ക് വേണമെങ്കിൽ മൈൻഡ് ചെയ്യുക, അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാതിരിക്കുക. അല്ലാണ്ട് നെഗറ്റീവും പോസിറ്റീവും നമ്മൾ എപ്പോഴും ഉണ്ടാവാറുള്ളതുള്ളൂ. അതാണ് എന്താണ് വിഷയം ഏതാണെങ്കിലും ഏത് പോയിന്റിലാണ് ആ വിഷയം വെക്കണമെങ്കിൽ നമുക്ക് അതിനെ കുറിച്ചിട്ട് നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ടാവും. കമ്മട്ടിപ്പാടത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് അത് കുറേ രാഗത്തൊപ്പാട് വരും, നമ്മളെ ചെറുത് വരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അല്ലേ. വേറെ പ്രത്യേകിച്ച് അതിന്റെ ഓർമ്മകൾ ഇപ്പൊ പറയാനായിട്ട് കുറെ കാലമായി വരും. ഒരു 8-9 കൊല്ലമായില്ലേ. ഷാലു ഉണ്ട്, ഷാലു കറക്കത്തിനകത്തുണ്ട്. അങ്ങനെ ഒരു കമ്മട്ടിപ്പാടത്തിന്റെ ഒരു യൂണിയൻ ഞങ്ങൾ ആക്ടേഴ്സ് കുറച്ച് പേര് ഇപ്പൊ എടുത്തു പറയുകയാണെങ്കിൽ ഷാലു ഉണ്ട്, ഞാനുണ്ട്, മണികണ്ഠൻ ചേട്ടനുണ്ട്, പിന്നെ ഷോൺ റോമി ഉണ്ട്, പിന്നെ വിഷ്ണു രഘു ഉണ്ട്. സോ ഞങ്ങള് ബേസിക്കലി ആ സമയത്താണെങ്കിൽ ഞങ്ങളെല്ലാരും ഒരേപോലെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും അതേപോലെ തന്നെ. അവർ എൻ്റെ അകത്ത് ഉണ്ടായിരുന്നു എന്നുള്ള ഇപ്പൊ എല്ലാവരും മീൻ കാര്യങ്ങളെല്ലാം ഈ കഴിഞ്ഞ ദിവസം വേടന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോ കുറെ കമന്റ്സ് വന്നായിരുന്നു, അത് വേടൻ അർഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല ഇഷ്യൂസ്. ഇപ്പൊ കഴിഞ്ഞ വട്ടം കമ്മാര സംഭവത്തിൽ ദിലീപിന്റെ ഇഷ്യൂ എടുത്തിട്ടു. അതുപോലെ ഹോം വന്നപ്പോൾ ഇന്റൻസിന്റെ ഇഷ്യൂ പ്രൊഡ്യൂസർക്ക് ആ ഒരു ഇഷ്യൂ ഉള്ള കാരണം കൊടുക്കാൻ പറ്റില്ല. വേടനെ അങ്ങനെ കേസുകളിൽ അറസ്റ്റ് ചെയ്തിട്ടും വേടനെ എന്തുകൊണ്ട് കൊടുത്തു എന്നൊക്കെയുള്ള ഇത് വന്നായിരുന്നു. അത് എഴുതി പ്രയോഗിച്ചപ്പോൾ ഒത്തിരിയേറെ കമന്റ്സും നെഗറ്റീവ് കമന്റ്സ് ഒക്കെയാണ് വരുന്നത്. അപ്പൊ അതിനെ എങ്ങനെയാ നോക്കുകയാണ്, എന്താ അതിനെ കുറിച്ച് അഭിപ്രായം? വേടന് ശരിക്കും അത് അർഹിക്കുന്ന വ്യക്തി തന്നെയായിരുന്നു വേടൻ. കിട്ടിയ സോങ് എന്ന് പറയുന്നത് മഞ്ഞുമൽ ബോയ്സിലല്ലേ, കുതന്ത്രം. സോ നിങ്ങളെ കുതന്ത്രത്തിൽ പാട്ടെടുക്കുക, അതിന്റെ ലിറിക്സ് വായിച്ചു നോക്കുക, എന്നിട്ട് നിങ്ങൾ വീട്ടിലേക്ക് സ്വയം വിലയിരുത്തുക. ആ പാട്ടിന് കിട്ടണമായിരുന്നു വേണ്ടേ എന്നുള്ള കാര്യം നോക്കുമ്പോൾ നമുക്ക് അതിന്റെ ഇത് മനസ്സിലാവും. സോ ബേസിക്കലി റാപ്പ് എന്ന് പറയുന്നത് റൈം ആൻഡ് പോയട്രി എന്നാണ് അതിന്റെ ഡെഫിനിഷൻ. സോ അവൻ ചെയ്യുന്ന ജോണർ റാപ്പ് എന്ന് പറഞ്ഞതാണ്. സോ മലയാളത്തിൽ ഞാനിപ്പോൾ വളരെ കുറച്ച് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് റാപ്പ് എന്നുള്ള ജോണറിന് അത്രയും റെസ്പെക്റ്റോടെ കൊടുക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ വരികൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ട് കൃത്യമായി റൈം ആൻഡ് പോയട്രി അവിടെ കൊണ്ടുവരുന്ന വ്യക്തികൾ ഒരാളാണ് എന്നെ സംബന്ധിച്ചോളം. സോ എന്നെ സംബന്ധിച്ചോളം ആ പാട്ടിന് അത് കിട്ടിയതിൽ വളരെ കാര്യം, ലൈക്ക് കിട്ടാനുള്ള എല്ലാ ഇതും ഉണ്ടായിരുന്നുള്ള പാട്ട് തന്നെയായിരുന്നു. അപ്പോൾ ലൈക്ക് എല്ലാം അവരുടെ ഓരോ ആൾക്കാരുടെ ഇഷ്ടപ്രകാരം പോലെയല്ലേ. നിങ്ങൾ ആ ലിറിക്സ് പാട്ടൊന്നും കൂടി കേട്ട് നോക്കുക, അതിന്റെ ലിറിക്സ് ഒന്ന് കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് നിങ്ങൾ വിലയിരുത്തുക അതിനാവശ്യം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വിലയിരുത്താവുന്നത്. വേടന്റെ ഓരോ പാട്ടിനും ഓരോ പൊളിറ്റിക്സ് ഉണ്ടാവും. അപ്പൊ ആ ഒരു പൊളിറ്റിക്സ് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അവരെ കൊണ്ടുള്ളത് കൊണ്ടായിരിക്കും അവർ ഇതിനെതിരെ പ്രതികരിക്കുന്നത്. ആ പൊളിറ്റിക്സ് അവർക്കത് കൃത്യമായ ഭാഷയിൽ കൊള്ളേണ്ടതാർക്കാണ് അവർക്ക് കൊണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇത്തരം കമന്റുകൾ വരുന്നത്. ലൈക്ക് ഇപ്പോ ഒരു പ്രതികരണം ഉണ്ടാകുമ്പോൾ ആ പ്രതികരണത്തിനെതിരെയും ഒരു പ്രതികരണം പറ്റി ഇതുണ്ടാവുമല്ലോ, എതിർപ്രവാദങ്ങളും പ്രതികരണങ്ങളും ഇതിലുണ്ടാവുമല്ലോ. സോ ഇപ്പോൾ അവരുടെ വരികൾ ആർക്കെങ്കിലും കൊള്ളുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവർക്ക് ആ ലിറിക്സ് മനസ്സിലായി, അവരാ ആ വരികൾ മനസ്സിലാക്കി എടുത്തേക്കുന്ന രീതി അതാണ്. അപ്പോൾ ആ വരികൾ മനസ്സിലാക്കി എടുത്തേക്കുന്ന രീതി, അല്ലെങ്കിൽ ആ ചിന്ത വന്നേക്കുന്നത് ഏ സൈഡാണെന്നുള്ള കാര്യം അവർ നോക്കിയാൽ മതി. അപ്പൊ ഈ ഒരു നൂറ്റാണ്ടിൽ കമന്റ്സ് നോക്കുമ്പോൾ നമുക്ക് കാണുന്നുണ്ട്, ഇപ്പോ വിവേചനം എന്ന് പറയുമ്പോൾ ഈ നിറത്തിന്റെ പേരിൽ ഇങ്ങനെ അതൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു നൂറ്റാണ്ടിലും പ്രത്യേകിച്ച് നമ്മൾ ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കേരളം പോലൊരു നാട്ടിലും അങ്ങനെ പറയുമ്പോൾ എന്താ തോന്നുന്നത്? ഇപ്പോഴും മാറാത്തവരുണ്ട് ബ്രോ. പ്രശ്നം വെച്ച് കഴിഞ്ഞാല് ഓക്കെ, ഇപ്പോ ലാസ്റ്റ് മറ്റേ ട്രിവാൻഡ്രത്ത് കണ്ടൊരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നില്ല, ഒരു വീട്ടിൽ ജോലിക്ക് പോയിട്ടുള്ള ഒരു ചേച്ചി മറ്റേ മാലയ മോഷണത്തിന്റെ പേരിലേക്ക് ഇതാ കേസ് ഉണ്ടായിരുന്നു. സോ ആ കേസിന്റെ ഫസ്റ്റത്തെ സ്റ്റേജ് മുതൽ ഇതുവരെ ഇപ്പോൾ വരെയുള്ള നമ്മൾ എല്ലാത്തിലും നമുക്ക് ആദ്യം ആ ചേച്ചീൻ്റെ ഫോട്ടോ ഇപ്പോഴും വെളിയിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പല ആൾക്കാരുടെ അടുത്തും മറ്റേ ആ ചേച്ചീനെ സപ്പോർട്ട് ചെയ്യും, അതിനെ എതിർത്ത് നിന്നിട്ടെല്ലാം പല കാര്യങ്ങളും ഇതാക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ നമ്മൾ ആ കള്ളക്കേസ് കൊടുത്തിരിക്കുന്ന ആ വീട്ടുകാരെ കുറിച്ചിട്ടോ അതിൻ്റെ അവരുടെ എന്തെങ്കിലും ഒരു ഡീറ്റെയിലോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരുടെ ഒരു പേരോ പരിപാടികളോ എന്തെങ്കിലും നമ്മൾ വെളിയെ കിട്ടി വന്നിട്ടുണ്ടോ? സോ ഇത് ഈ കാലഘട്ടത്തിൽ തന്നെയല്ലേ സംഭവിക്കുന്നത്. സോ ഈവൻ ഇഫ് മറ്റേ കാലഘട്ടം വേറെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാലും സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. സോ അപ്പോൾ ആൾക്കാർക്ക് ചിലപ്പോൾ ആ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടി വരും, അല്ലെങ്കിൽ എഴുതേണ്ടി വരും. അപ്പോൾ അവർ എഴുതും, അതിലെ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പൊ ഇതാണ് ലേറ്റസ്റ്റ്. ഇനി വവ്വാലാണ് അടുത്ത പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രൊജക്ട്.
then ഇതുണ്ട്, then വേറെ ഒരു പ്രോജക്റ്റും കൂടി ഉണ്ട്, പ്രോജക്റ്റ് വരുന്നുണ്ട്. ഓക്കെ. കമ്മട്ടിപ്പാടമാണോ അതോ അഞ്ചക്കളക്കൊക്കനായിരിക്കോ ഫേവറേറ്റ് ക്യാരക്ടറായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ രണ്ടിലും എനിക്ക് എൻ്റെ പ്രശ്നങ്ങളുണ്ട്. ലൈക്ക് ഞാനത് ചെയ്യുന്ന വളരെ ശോകമാണെന്നുള്ള രീതിയിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിനേക്കാൾ കുറേയധികം നന്നാക്കേണ്ട റോളുകളായിരുന്നു. ബട്ട് എനിക്ക് ചെറിയൊരു ചായവും, പക്ഷെ ഞാൻ ഇതുവരെ ചെയ്തേക്കുള്ള ഞാൻ വേറൊരു ഞാൻ ചെയ്തേക്കുന്നൊരു സബ്ജക്റ്റ് ഉണ്ട്, ഒരു വെബ് സീരീസ് ഉണ്ട്. അതിലെ ക്യാരക്ടർ ഞാൻ ഇതുവരെ ചെയ്തേക്കുള്ള എനിക്ക് കുറച്ചുകൂടി താല്പര്യം. പോസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിലെ ക്യാരക്ടറാണ് ഞാൻ ഇതുവരെ ചെയ്തതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പണിയെടുക്കേണ്ടതും ടാസ്ക് പിടിക്കേണ്ടതും വന്നിട്ടുള്ളത്. ബാക്കി ഇതെല്ലാം നമുക്ക് അറിയാവുന്ന ആൾക്കാരാണ്, ലൈക്ക് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവമാണ്. സോ വലിയ പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്.